ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗജാനന്ദനെ കണ്ടതും സച്ചി കാറിൽ നിന്നും ചാടി ഇറങ്ങുവാണേ. എന്നിട്ട് ഓടിപ്പോയി ഗജാനന്ദനിട്ട് ഒരുപാട് ഇടിക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ രക്ഷപ്പെട്ടു എന്ന് കരുതിയോ, നിൻ്റെ പുറകിൽ എൻ്റെ കണ്ണുകൾ എപ്പോഴും ഉണ്ടായിരുന്നിടാന്നൊക്കെ പറഞ്ഞ് ഗജാനന്ദനെ ഇടിക്കുവാണേ. എന്നിട്ട് പറയുന്നുണ്ട്, നീ എൻ്റെ പെണ്ണിനെ ഇല്ലാതാക്കാൻ നോക്കിയെന്ന് പറഞ്ഞ് ഇടിക്കുമ്പോഴേക്കും ഗജാനന്ദൻ പറയുന്നുണ്ട്, എൻ്റെ സച്ചി നീയൊന്ന് നിർത്ത്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് എന്നൊക്കെ പറയുവാണേ. പക്ഷെ സച്ചി ഒന്നും കേൾക്കാൻ ാക്കുന്നില്ല. വീണ്ടും വീണ്ടും ഇടിക്കുവാണ്. ഗജാനന്ദൻ പറയുന്നുണ്ട്, രേവതിക്ക് ആക്സിഡൻറ്റ് ഉണ്ടാക്കിയത് ഞാനല്ല സച്ചി, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, അത് വേറെ ആരോ ആണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ സച്ചി വിശ്വസിക്കുന്നില്ല. സച്ചി പറയുന്നുണ്ട്, നീ രേവതിയുടെ വീട്ടിൽ പോയിട്ട് ബഹളം വെച്ചായിരുന്നില്ലേടാ, ഭീഷണിപ്പെടുത്തിയായിരുന്നില്ലേടാ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഗജാനന്ദൻ പറയുന്നുണ്ട്, സച്ചി അത് പിന്നെ നീ കാരണം എനിക്ക് പലിശ പിരിക്കാൻ സാധിക്കുന്നില്ല, ആളുകൾ എനിക്കൊരു ബഹുമാനം തരുന്നില്ല, അതിൻ്റെ ഒരു ദേഷ്യത്തിൽ ഞാൻ പോയി അവിടെ പോയി ബഹളം വെച്ചെന്നേ ഉള്ളൂ, അല്ലാതെ ഞാൻ രേവതി ആക്സിഡൻറ്റ് ഉണ്ടാക്കിയിട്ടില്ല. നിനക്ക് രേവതി ആരാണെന്നും എന്താണെന്നൊക്കെ എനിക്ക് നല്ലോണം അറിയാം. അവളെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നീ വെറുതെ ഇരിക്കില്ലെന്നും എന്നെ ഈ നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കില്ലെന്നും എനിക്കറിയാം. അങ്ങനെയുള്ളപ്പോൾ ഞാൻ രേവതി എന്തെങ്കിലും ചെയ്യോടാ, നീ ഒന്ന് മനസ്സിലാക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗജാനന്ദൻ വളരെ ആത്മാർത്ഥതയോടെ കൂടെ പറയുമ്പോഴേക്കും സച്ചിക്ക് അയാളുടെ വാക്കുകളിൽ കുറച്ചൊക്കെ വിശ്വാസം തോന്നുന്നുണ്ട്. ഗജാനന്ദൻ പറയുന്നുണ്ട്, നീ അന്വേഷിക്ക് സച്ചി, അന്വേഷിച്ച് കഴിഞ്ഞാൽ നിനക്ക് ആരാണെന്ന് കണ്ടെത്താൻ സാധിക്കും, അത് ഞാനല്ലെന്നും നിനക്ക് തിരിച്ചറിയാൻ സാധിക്കും, നീ അന്വേഷിക്കുമെന്ന് പറയുമ്പോഴേക്കും ഈച്ച പറയുന്നുണ്ട്, സച്ചി അവനല്ല അത്, അവനെ വിട്ടേക്കെന്ന് പറഞ്ഞ് സച്ചിയെ സമാധാനിപ്പിക്കുവാണ്. അപ്പോൾ സച്ചിക്കും അത് ബോധ്യമായി. പക്ഷെ ആ ദേഷ്യം അങ്ങോട്ട് മാറുന്നില്ല. പിന്നെ എൻ്റെ രേവതി അപായപ്പെടുത്താൻ നോക്കിയത് ആരാണ്, അതിൻ്റെ ദേഷ്യത്തിൽ ഗജാനന്ദനോട് പറയുന്നുണ്ട്, എൻ്റെ മുമ്പിൽ നിന്ന് പൊക്കോ പൊക്കോ എന്ന് പറഞ്ഞ് സച്ചി ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുവാണ്. അങ്ങനെ ഗജാനന്ദൻ അവിടെ നിന്നും പോകുവാണ്. സച്ചിക്ക് അടുത്തതായിട്ട് ഇനി ആരാണ് എന്താണെന്നൊന്നും അറിയത്തില്ലല്ലോ, അതിൻ്റെ ഒരു ഇങ്ങനെ ദേഷ്യത്തിൽ അങ്ങനെ തന്നെ നിൽക്കുവാണ്. ഈച്ച പറയുന്നുണ്ട്, ഗജാനന്ദനല്ല ഈ ആക്സിഡൻറ്റിന് പിന്നിൽ എന്തായാലും, പിന്നെ ആരായിരിക്കും സച്ചി എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചിക്കും ആകെ കൺഫ്യൂഷനായിട്ടിരിക്കുവാണ്. സച്ചി ഇങ്ങനെ ആലോചിക്കുവാണ്, ആരായിരിക്കും രേവതിയുടെ ആക്സിഡൻറ്റിന് പിന്നിലെന്ന് പറഞ്ഞിട്ട്. പിന്നെ കാണിക്കുന്നത് പാർക്കിൽ ഓടിക്കളിച്ച് രസിക്കുന്ന നമ്മുടെ സുധിയെയും കൂട്ടുകാരനെയാണ്. അപ്പോൾ സുധി പറയുന്നുണ്ട്, ദേ നമ്മൾ ഉറങ്ങിയിരുന്ന ബെഞ്ച് നോക്കടാ, നമുക്കിനി ഇവിടെ ഇരുന്ന് അന്താക്ഷരി കളിക്കാമെന്ന് പറയുവാണേ. അപ്പോഴേക്കും സുധിയുടെ കൂട്ടുകാരൻ പറയും, എന്നാൽ സുധി ഇവിടെ ഇരുന്ന് പാട്ടൊക്കെ ആലോചിക്കുക, ഞാൻ പോയി കപ്പലണ്ടി മേടിച്ചുകൊണ്ട് വരാം, നമുക്ക് കപ്പലണ്ടിയൊക്കെ തിന്ന് അന്താക്ഷരി കളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് സുധിയുടെ സുഹൃത്ത് കപ്പലണ്ടി മേടിക്കാൻ വേണ്ടി പോവാണേ. ആ ടൈമിൽ സുധി ഇങ്ങനെ അവനെ വെട്ടിക്കുന്ന പാട്ടൊക്കെ ആയിരിക്കും ഞാൻ പാടാൻ പോകുന്നതെന്ന് പറഞ്ഞ് ഇങ്ങനെ പാട്ടൊക്കെ ആലോചിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ നീലിമ അയച്ച ഗുണ്ടകൾ സുധിയുടെ പുറകേൽ വരുന്നത്. ഒരാളാണേ വരുന്നത്. അപ്പോൾ സുധി ഇങ്ങനെ അറിയാതെ പാട്ട് പാടിക്കൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ ഈ ടൈമിൽ നീലിമയുടെ ഗുണ്ടയും വന്ന് സുധിയുടെ കൂടെ ഇരുന്ന് പാട്ടൊക്കെ പാടുവാണ്. അങ്ങനെ രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് ഡ്യുവറ്റൊക്കെ പാടുവാണ്. സുധിക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ പാട്ടിലൂടെ അയാൾ പറയുന്നുണ്ട്, വരൂ നമുക്കൊരു ചായ കുടിച്ചൊക്കെ പാട്ട് പാടിക്കൊണ്ട് നടക്കാമെന്ന് പറയുമ്പോൾ സുധിയും അത് സമ്മതിച്ച് രണ്ടുപേരും കൂടി പാട്ട് പാടി അങ്ങനെ നടന്നു പോകുവാണേ. അങ്ങനെ സുധിയെ സുഖിപ്പിച്ചും മറ്റും ചെയ്തിട്ട് അയാൾ ഇങ്ങനെ അയാളുടെ വഴിയിലോട്ട് സുധിയെ നടത്തിക്കൊണ്ട് പോവുകയാണ് പാട്ടിലൂടെ. അങ്ങനെ പാട്ടും പാടി അവർ കാറ് പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തെത്തുവാണേ. അപ്പോൾ പാട്ടിലൂടെ തന്നെ അയാൾ പറയുന്നുണ്ട് സുധിയോട്, കാറിൻ്റെ അകത്തോട്ട് കയറുമെന്ന് പറയുമ്പോൾ സുധി, കാറിൻ്റെ അകത്തോട്ടോ, ഞാനില്ല, ഞാൻ അവിടെ പോയി പാടാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും പാർക്കിലോട്ട് നടക്കാൻ പോകുമ്പോഴേക്കും ഇവരിനി ഗുണ്ടകളൊക്കെ കൂടി സുധിയെ പിടിച്ച് കാറിലോട്ട് ബലം പ്രയോഗിച്ച് കയറ്റുവാണ്. അപ്പോൾ സുധി ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ഗുണ്ടകൾ പറയുന്നുണ്ട്, നീ നീലിമ മാഡത്തിന് കൊടുക്കാനുള്ള കാശ് കൊടുത്തിട്ട് ഇനി പാടിയാൽ മതി എന്ന് പറയുമ്പോഴേക്കും മറ്റൊരു അവരുടെ കൂട്ടത്തിലുള്ള വേറൊരു ഗുണ്ട പറയും, എടാ നീലിമ മാഡം എന്ന് പറയല്ലേ, മാഡം എന്ന് പറഞ്ഞാൽ മതി, കാരണം നീലിമയാണ് ഈ കൊട്ടേഷനെ പിന്നിലെന്ന് ആരും അറിയതെന്ന് നീലിമ പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ ഇയാൾ പേര് വെളിപ്പെടുത്തുക തന്നെ ചെയ്തു. അപ്പോൾ സുധി പറയുന്നുണ്ട്, ഞാൻ അവൾക്ക് കാശൊന്നും കൊടുക്കാനില്ല, നിങ്ങൾ എന്താ ഈ പറയുന്നേ, അവൾ എന്നെയാ പറ്റിച്ചേന്നൊക്കെ പറയുമ്പോഴേക്കും ഇവരൊന്നും കേൾക്കുന്നില്ല. ഇവർ ബലം പ്രയോഗിച്ച് സുധിയെ കാറിൻ്റെ ഉള്ളിൽ കയറ്റുവാണ്. അപ്പോഴേക്കും സുധിയുടെ മറ്റേ സുഹൃത്ത് കപ്പലണ്ടി മേടിച്ചുകൊണ്ടും വരുവാണ്. അയാൾ ഈ രംഗങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുവാണ്. പക്ഷെ ഒന്നും ചെയ്യുന്നില്ല, കാരണം ഗുണ്ടകളാണല്ലോ, തനിക്കിട്ടും എന്തെങ്കിലും പറ്റിയാലോ എന്ന് ഓർത്തിട്ട് അയാൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുവാണ്. സുധിയെ അവർ കാറിൽ കയറ്റി കൊണ്ടുപോവാണ്. അങ്ങനെ കാറ് വിട്ട് കഴിയുമ്പോഴേക്കും ഈ സുഹൃത്ത് പുറകേൽ ഓടുന്നുണ്ട്, ആനന്ദ് എന്ന് പറഞ്ഞ സുഹൃത്ത്. പക്ഷെ അവർ കാർ നിർത്തുന്നില്ല. സുധി എന്ന് ബഹളം വെക്കുന്നുണ്ടെങ്കിലും കാറ് ഭയങ്കര സ്പീഡിലോട്ട് അങ്ങോട്ട് പോകുവാണേ. പിന്നെ കാണിക്കുന്നത് ശ്രുതിയാണ്. ശ്രുതി അവിടെ ഇരുന്ന് എല്ലാ ഡ്രസ്സുകളും ഇങ്ങനെ അയോൺ ചെയ്തുകൊണ്ടിരിക്കുവാണ്. പാവം ശ്രുതിക്ക് മതിയായി എല്ലാ പണിയും ചെയ്തിട്ടും ഒന്നിരിക്കാൻ പോലും സമയം കിട്ടില്ല എന്ന് പരാതി ഒറ്റയ്ക്കിരുന്ന് പറയുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ചന്ദ്രാൻറ്റി ഉണ്ടായിരുന്നെങ്കിൽ എന്നെക്കൊണ്ട് ഇതൊന്നും ചെയ്യിക്കില്ലായിരുന്നു, എൻ്റെ ഈ അവസ്ഥ അറിഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രാൻറ്റിക്ക് നല്ല വിഷമാവും, ആൻറ്റി ഇങ്ങോട്ട് പറ്റി, ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ ആൻറ്റിയോട് പറയുന്നുണ്ടെന്നൊക്കെ ശ്രുതി പറയുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ശ്രുതി ഇപ്പോൾ ഈ സമയത്ത് അവിടെ നിന്ന് സുഖിക്കുമായിരിക്കും, ശ്രുതിയുടെ സമയം നല്ല ബെസ്റ്റ് സമയം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രുതിക്ക് നമ്മുടെ ആനന്ദിൻ്റെ കോള് വരുന്നത്. ആനന്ദ് എന്ന് പറയുന്നത് നമ്മുടെ ശ്രുതിയുടെ സുഹൃത്ത്. അങ്ങനെ കോള് വരുമ്പോഴേക്കും ശ്രുതി കോൾ അറ്റൻഡ് ചെയ്യുവാണ്.
ആനന്ദ് പറയുന്നുണ്ട്, ശ്രുതി നമ്മുടെ ശ്രുതി ആരോ തട്ടിക്കൊണ്ട് പോയി എന്ന് പറയുവാണ്. പാവം ശ്രുതിക്ക് അത് ഷോക്കാവുകയാണേ. തട്ടിക്കൊണ്ട് പോയെന്നോ? ആര് കൊണ്ടുപോയി എന്ന് പറയുമ്പോഴേക്കും അറിയില്ല ശ്രുതി, ഒരു 3-4 പേരുണ്ടായിരുന്നു, ശ്രുതിയെ ബലം പ്രയോഗിച്ച് കാറിൻ്റെ ഉള്ളിൽ കയറ്റി കൊണ്ടുപോകുമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, അയ്യോ അതാരാ ശ്രുതിയെ തട്ടിക്കൊണ്ടു പോവാൻ? അപ്പോഴേക്കും ആനന്ദ് പറയുന്നുണ്ട്, അവരുടെ സംഭാഷണത്തിൻ്റെ ഇടയിൽ നീലിമ എന്ന് പറഞ്ഞ ആരെയോ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു, സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച് എന്തൊക്കെയാണ് അവനോട് പറയുന്നുണ്ടായിരുന്നെന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതിക്ക് കാര്യം മനസ്സിലാവേ. ശ്രുതി പറയുന്നുണ്ട്, നീലിമയോ അവളോ എന്നൊക്കെ സംസാരിക്കുമ്പോഴേക്കും ആനന്ദ് ചോദിക്കുന്നുണ്ട്, നീലിമയെ ശ്രുതിക്ക് അറിയോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി സമ്മതിക്കുന്നില്ലേ. ഏയ് എനിക്കറിയില്ല നീലിമയെ എന്ന് പറയുമ്പോഴേക്കും ആനന്ദ് പറയുന്നുണ്ട്, പക്ഷെ ശ്രുതിക്ക് അറിയാൻ തോന്നുന്നു. നീലിമ എന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്ക് വലിയ ഭാവവ്യത്യാസമൊന്നും ഇല്ലായിരുന്നു, പൈസയുടെ കാര്യങ്ങൾ അവർ സംസാരിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, ആ കൊണ്ടുപോയ കാർ ഏതാണെന്ന് അറിയുമെന്ന് ചോദിക്കുമ്പോഴേക്കും ആനന്ദ് പറയുന്നുണ്ട്, ആ തിരക്കിൽ ഞാൻ കാറിൻ്റെ നമ്പർ ഒന്നും നോട്ട് ചെയ്തില്ല ശ്രുതി, ഒരു ബ്ലാക്ക് കളർ കാറായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, അങ്ങനത്തെ കാർ ഒരുപാട് ഉണ്ടാവുമല്ലോ, കളറ് വെച്ച് എന്ത് ചെയ്യാനാന്ന് പറയുമ്പോഴേക്കും ആനന്ദ് പറയും, ആ കാറിൻ്റെ ബാക്കിലെ ഗ്ലാസ്സിൽ ഒരു ശൂലത്തിൻ്റെ സ്റ്റിക്കർ ഉണ്ടായിരുന്നു എന്ന് പറയുവാണ്, അതും വെച്ച് പോലീസിന് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ ശ്രുതി എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഞാനൊന്ന് ആലോചിക്കട്ടെ ആനന്ദേ, തൽക്കാലത്തേക്ക് ഈ കാര്യം ആരോടും പറയണ്ടെന്ന് പറയുമ്പോൾ ആനന്ദ് പറയും, അയ്യോ നമ്മുടെ ശ്രുതിയുടെ ജീവന് ആപത്തുള്ള കാര്യമല്ലേ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എനിക്കറിയാം ആനന്ദേ, ഞാനൊന്ന് ആലോചിക്കട്ടെ, നീ ഇതാരോടും പറയല്ലേ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുവാണ് ശ്രുതി എന്താ ഈ കാര്യം ആരോടും പറയണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നീലിമയുടെ കാശിനാണല്ലോ ഇവർ ബിസിനസ് തുടങ്ങിയിരിക്കുന്നത്, ഈ പ്രശ്നം വഷളായി കഴിഞ്ഞാൽ സത്യങ്ങൾ വീട്ടിലുള്ള എല്ലാവരും അറിയും, പിന്നെ ആ വീട്ടിൽ അവർക്കൊരു നിലനിൽപ്പില്ല എന്നുള്ള കാര്യം ശ്രുതിക്കറിയാം, അതുപോലെ തന്നെ സച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ വെച്ചേക്കില്ലെന്നും പിന്നെ ഈ വീട്ടിൽ തനിക്ക് നിൽക്കാൻ സാധിക്കില്ലെന്നൊക്കെയും ശ്രുതി ഇങ്ങനെ സ്വയം ഇരുന്ന് ആലോചിക്കുവാണെങ്കിൽ തൽക്കാലത്തേക്ക് ഈ കാര്യം ആരും അറിയണ്ട, അറിഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം പ്രശ്നമാകും. എന്നിട്ട് ശ്രുതി നേരെ വിളിക്കുവാണ്, നമ്മുടെ മീരയെ വിളിക്കുവാണ്, എന്താണ് ഈ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കാണിക്കുന്നത് ശ്രുതിയാണ്. ശ്രുതി കാറിലിരുന്ന് ഒരുപാട് ബഹളം വെക്കുന്നുണ്ട്, നാട്ടുകാരെ രക്ഷിക്കണേ എന്ന് പറയുമ്പോഴേക്കും അപ്പോഴേക്കും ഈ ഗുണ്ടകൾ തോക്കെടുത്ത് ശ്രുതിയുടെ നേരെ ചൂണ്ടുവാണ്, മിണ്ടാതിരുന്നോടാ അല്ലെങ്കിൽ ഞങ്ങൾ ഇതിൽ നിന്നും ഒരു ബുള്ളറ്റ് എടുത്ത് പൊട്ടിക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, നിങ്ങളൊക്കെ ആരാ, എന്നെ ഒന്ന് വെറുതെ വിടൂ എന്ന് പറയുമ്പോഴേക്കും ശ്രുതിയുടെ ഫോണിലോട്ട് കോൾ വരുവാണ് ശ്രുതിയുടെ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എൻ്റെ ഭാര്യയാണ് വിളിക്കുന്നത്, ഞാനൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും അവർ പറയും, ഫോൺ കട്ട് ചെയ്ത് അവിടെ മര്യാദയൊക്കെ മിണ്ടാണ്ടിരുന്നു എന്ന് പറഞ്ഞ് ശ്രുതിയെ ഭീഷണിപ്പെടുത്തുവാണ്. ശ്രുതിക്ക് അതുകൊണ്ട് കോൾ എടുക്കാൻ പറ്റുന്നില്ല. ശ്രുതിയാണെങ്കിൽ പിന്നെ നിവൃത്തിയില്ലാതെ മീരയെ തന്നെ വിളിക്കുവാണ് സഹായത്തിന് വേണ്ടിയിട്ട്. പിന്നെ കാണിക്കുന്നത് അച്ചമ്മയെ രവീന്ദ്രനെയാണ്. അച്ചമ്മ പറയുന്നുണ്ട്, ഈ ശ്രുതിയുടെ അനക്കൊന്നും കുറേ നേരമായിട്ടില്ലല്ലോ, അവളെന്താ പണിയിൽ നിന്ന് ഉഴപ്പുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, ഏയ് അവൾ നന്നായി അമ്മയുടെ ഇതിൽ അവൾ നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും അച്ചമ്മ പറയുന്നുണ്ട്, ഈ വീട്ടിലെ ഇനി ആ ശ്രുതിയും കൂടി എനിക്ക് ശരിയാക്കി എടുക്കാനുണ്ട്, ഈ വീട് മൊത്തം ഞാനൊന്ന് ഉഴുതുമറിക്കും എന്നൊക്കെ അച്ചമ്മ പറയുവാണ്. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി എളുപ്പം റെഡിയായിട്ട് പുറത്തോട്ട് ഓടുവാണ്. അപ്പോൾ അച്ചമ്മ ചോദിക്കുന്നുണ്ട്, ഏയ് നീ ഇതെങ്ങോട്ട് പോകുന്നു എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, അത് പിന്നെ ഞാൻ മീൻ മേടിക്കാൻ വേണ്ടി പോവാന്ന് പറയുവാണേ. അപ്പോഴേക്കും അച്ചമ്മ സമ്മതിക്കില്ല, മീൻ വേണമെങ്കിൽ രവീന്ദ്രൻ മേടിച്ചുകൊണ്ട് വരും, നീ ഇവിടെ അകത്ത് പോയി പണിയെടുക്കുക എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അച്ഛൻ പോയാൽ ശരിയാവത്തില്ല, ഞാൻ തന്നെ പോയി മേടിക്കാം, വേറെയും കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടെന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയും, അവൾ പോയി മേടിച്ചിട്ടും വരട്ടെ അമ്മയെന്ന് പറയുവാണ്. അപ്പോഴേക്കും അച്ചമ്മ ചോദിക്കുന്നുണ്ട്, നീ ചന്ദ്ര പറഞ്ഞ പോലെ വല്ല കള്ളത്തരവും പറഞ്ഞ് ഇവിടെ നിന്ന് മുങ്ങുവാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയും, അല്ല അച്ചമ്മ എന്നെ ശരിക്കും മീൻ മേടിക്കാൻ പോവാന്ന് പറയുമ്പോഴേക്കും അച്ചമ്മ പറയും, പോയിട്ട് എളുപ്പം വന്നും, ഇവിടെ 100 കൂട്ടം പണികൾ ഉള്ളതാന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ വിടുവാണേ. ശ്രുതിയാണെങ്കിൽ എളുപ്പം ഓടുവാണ്, കാരണം നേരെ മീരയുടെ അടുത്തോട്ടാണെങ്കിൽ പോവാണേ, ശ്രുതിയെ രക്ഷിക്കാനുള്ള എന്തെങ്കിലും ഐഡിയ ചോദിക്കാൻ വേണ്ടി പോവാണ്. അച്ചമ്മക്ക് അതിലൊരു സംശയമുണ്ട്, അവൾക്ക് എന്തോ ഒരു കള്ളത്തരം ഇല്ലേടെ രവീന്ദ്ര എന്ന് ചോദിക്കുമ്പോൾ രവീന്ദ്രൻ പറയും, ഏയ് കള്ളത്തരമൊന്നും ഇല്ല അമ്മേ, അവൾ പോയിട്ട് വരട്ടെ എന്ന് രവീന്ദ്രൻ പറയുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയെയാണ്. ശ്രുതിയെ ഇങ്ങനെ ആൾക്കാർ ആ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തിച്ചിരിക്കുവാണ്, കാറിൽ നിന്നൊക്കെ ഇറക്കി ആ വീടിൻ്റെ ഉള്ളിലോട്ട് കയറ്റുവാണ് ശ്രുതിയെ. എന്നിട്ട് അവിടെ ഒരു കസേരയിൽ ബലം പ്രയോഗിച്ചിരുത്തുവാണ്. ഈ സമയത്താണ് നമ്മുടെ നീലിമ വരുന്നത്. നീലിമ നല്ല ധൈര്യത്തിൽ തന്നെ ശ്രുതിയുടെ മുമ്പിൽ വന്ന് നിൽക്കുവാണ്. നീലിമയെ കാണുന്നതും ശ്രുതിക്ക് ഷോക്കാവാണ്. നീലിമയെ കാണുന്നതും ശ്രുതിക്ക് ഷോക്കായിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പോഴേക്കും നീലിമ ചോദിക്കുന്നുണ്ട്, നീ എന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ, ഇങ്ങനൊരു മൂവ് എന്നെ ഒട്ടും വിചാരിച്ച് കാണില്ലല്ലേ? അങ്ങനെയാ നീലിമ, ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് വന്ന് ആനടിക്കും, നീയും നിന്റെ ഭാര്യയും കൂടി പോലീസ് സ്റ്റേഷനിൽ നിന്നും എന്നെ ചതിച്ച് എൻ്റെ കയ്യിൽ നിന്ന് 50 ലക്ഷം രൂപയാ തട്ടിയെടുത്തത്, എന്നിട്ട് അതിന് നീ ഒരു കാറും മേടിച്ചു ബിസിനസ്സും തുടങ്ങി എന്നൊക്കെ നീലിമ പറയും. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അയ്യോ ആകാശിനല്ല നീലിമ, എനിക്ക് ശ്രുതിയുടെ അച്ഛൻ അയച്ചു തന്ന പൈസ കൊണ്ടാണ് ഞാൻ ബിസിനസ് തുടങ്ങിയത്, പിന്നെ കുറച്ച് ലോണും എടുത്തു എന്നൊക്കെ ശ്രുതി കള്ളം പറയുവാണേ. പക്ഷെ നീലിമ അതൊന്നും വിശ്വസിക്കുന്നില്ല. നീലിമ പറയുന്നുണ്ട്, നീ എന്നെ ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കാനൊന്നും ശ്രമിക്കേണ്ട ശ്രുതി, നീ എങ്ങനെയാ ബിസിനസ് തുടങ്ങിയെന്നൊക്കെ എനിക്ക് നല്ലവണ്ണം അറിയാമെന്നൊക്കെ നീലിമ നല്ല ഉറച്ച വിശ്വാസത്തിൽ തന്നെ പറയുവാണ്.
നീയും നിന്റെ ഭാര്യയും കൂടി എൻ്റെ കാശിനായി ഇപ്പോൾ വിലസി നടക്കുന്നതെന്നൊക്കെ എനിക്ക് നല്ലോണം അറിയാം. നീ കാരണം എനിക്കുണ്ടായ നഷ്ടം എന്താണെന്നറിയോ? ഞാൻ ആഗ്രഹിച്ച ഒരു സ്ഥലം എനിക്ക് മേടിക്കാൻ പറ്റാതെ ഒന്നുമില്ലാത്തവളായി ഞാനെന്നൊക്കെ പറഞ്ഞ് നീലിമ ഭയങ്കരമായിട്ട് ബഹളം വെക്കുവാണേ. അപ്പോൾ ശ്രുതി കുറ്റസമ്മതം നടത്തുവാണ്. പിന്നെ നീലിമ, നീ തന്ന കാശ് തന്നെയാണ് എൻ്റെ ബിസിനസ്സിൻ്റെ മൂലധനം. നീ അപ്പോൾ ഗുണ്ടകൾ പറയും, ഹോ അവസാനം കുറ്റസമ്മതം നടത്തി, ഇനി അവളുടെ കാശ് അങ്ങോട്ട് തിരിച്ചു കൊടുത്തിട്ട് നീ പൊയ്ക്കോ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ താൻ ഇടപെടണ്ട, ഞങ്ങൾ സംസാരിക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും അയാൾ പറയും, ഞാൻ സംസാരിക്കോടാന്ന് പറഞ്ഞിട്ട് തോക്കെടുത്ത് ശ്രുതിക്ക് നേരെ ചൂണ്ടുവാണേ. അപ്പോഴേക്കും നീലിമ പറയും, തൽക്കാലത്തേക്ക് ഇതൊന്നും വേണ്ട, ഞങ്ങൾ സംസാരിക്കട്ടെ എന്ന് പറയുവാണ്. ശ്രുതി നീലിമയോട് പറയുന്നുണ്ട്, അന്ന് സ്റ്റേഷനിൽ നിന്ന് നിന്റെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ച കാശ് എങ്ങനെയാ നിന്റെ കാശാകുന്നത്? അത് സത്യത്തിൽ എൻ്റെ കാശ് തന്നെയല്ലേ? എന്നെ പറ്റിച്ചിട്ട് നീ കൊണ്ടുപോയ കാശ്, അതെൻ്റെ അച്ഛൻ ചോര നീരാക്കി ഉണ്ടാക്കിയ കാശാ. ആ കാശ് അനുഭവിക്കാനുള്ള യോഗം മക്കൾക്ക, അല്ലാതെ നിനക്കല്ല. സത്യത്തിൽ നീ എന്നെയല്ലേ എന്നെ പറ്റിച്ചത്? അത് ഞാൻ പിന്നെ നിനക്കെന്തിനാ തിരിച്ചു തരുന്നതെന്നൊക്കെ ശ്രുതി ചോദിക്കുമ്പോഴേക്കും നീലിമക്ക് ദേഷ്യം വന്ന് ഗുണ്ടകളുടെ കയ്യിലുള്ള തോക്കെടുത്ത് ശ്രുതിക്ക് നേരെ ചൂണ്ടുവാണേ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി.